അമ്പലത്തിലേക്ക് പോയത്. ഞാൻ ചെല്ലുമ്പോൾ സന്ധ്യാനേരത്തെ കാഴ്ചശീവേലി നടക്കുകയാണ്. ഗുരുവായൂരെ കൊമ്പൻ ഇന്ദ്രസൻ്റെ തലയിലാണ് ഭഗവാന്റെ പുതിയ സ്വർണ്ണത്തടമ്പ്. 8 ആനകളും നെറ്റിപ്പട്ടം കെട്ടി കൂടെയുണ്ട്. എല്ലാവരും തലയെടുപ്പുള്ളവരാണ്. ആനകളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അകത്തെ ഭിത്തിയിൽ വരച്ചിട്ടുള്ള അഘോരമൂർത്തിയുടെ ചിത്രത്തിലായി എൻ്റെ ശ്രദ്ധ. ഭയം, അത്ഭുതം, വീരം എന്നീ ഭാവങ്ങൾ ഇത്ര മനോഹരമായി വരച്ചിട്ടുള്ള ശ്രീ പരമേശ്വര ചിത്രം വേറെ എവിടെയും കാണാനാവില്ല. കാമദേവനെ എരിക്കാൻ പോകുന്ന തൃക്കണ്ണ്, 8 കൈകൾ, കാലകാലനായ ശിവന്റെ പ്രദോഷ നൃത്തത്തിൻ്റെ ചിത്രവും ഇതിനടുത്തായി കാണാം. കുംഭമാസത്തിലാണ് ഏറ്റുമാനൂർ ഉത്സവം കൊടിയേറുന്നത്. തിരുവാതിര നാളിലാണ് ആറാട്ട്. 8ാം ഉത്സവ ദിനത്തിലാണ് പ്രശസ്തമായ ഏറ്റുമാനൂർ ഏഴരപ്പൊന്നാന ദർശനം. പഞ്ചവാദ്യത്തിൻ്റെ താളലഹരിയിൽ ഞാൻ ലയിച്ചു നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഏഴരപ്പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ എന്ന വയലാറിൻ്റെ ഗാനമാണ്. ദേവരാജൻ മാഷ് ചിട്ടപ്പെടുത്തി. മാധുരിയാണ് ഗായിക. 3 പേരും ചേർന്ന് അനശ്വരമാക്കിയിട്ടുണ്ട് ആ ഹിറ്റ് പാട്ട്. ആ പാട്ട് മുഴുവനും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകളാണ്. സർവരുടെയും പ്രാർത്ഥന അതുതന്നെയാണ്. ശരഭമൂർത്തിയും അഘോരമൂർത്തിയും അർദ്ധനാരീശ്വരനുമായ സാക്ഷാൽ മഹാദേവൻ ഭക്തരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അത് പലർക്കും അനുഭവമാണല്ലോ. അവിടെ വന്ന ചിലരോട് ഞാൻ സംസാരിച്ചു. അവരാരും ഏഴരപ്പൊന്നാനയെ കാണാതെ തിരിച്ചു പോകുന്നില്ല. അതിന് ഇനിയുമുണ്ട് 5 മണിക്കൂർ. അത്രയ്ക്ക് ആവേശമാണ്, ആഗ്രഹ പൂർത്തീകരണമാണ് അത്. എത്രയും ദിവ്യമായ ഏഴരപ്പൊന്നാന ദർശനവും വലിയ കാണിക്കയും വലിയ കാര്യമാണ് അവർക്ക്. യഥാർത്ഥത്തിൽ ഇവ പ്ലാവിൻ തടിയിൽ തീർത്ത് സ്വർണം പൂശിയ 7 വലിയ ആനകളുടെയും ഒരു ചെറിയ ആനയുടെയും പ്രതിമകളാണ്. വലുതൊന്നിന് 2 അടിയും ചെറിയ ആനയ്ക്ക് 1 അടിയും വലിപ്പം വരും. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നടക്കി വയ്ക്കാൻ ആഗ്രഹിച്ചതും എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നീട് വന്ന കാർത്തിക തിരുനാൾ എന്ന ധർമ്മരാജാവ് നടക്കി വെച്ചതുമാണ് ഈ ആനകൾ. ഇവയ്ക്ക് ക്ഷേത്രവുമായുള്ള ബന്ധം ഇത്രമാത്രം. പക്ഷേ ആയിരങ്ങൾ വർഷം തോറും ഏഴരപ്പൊന്നാനകളെ കാണാൻ ആസ്ഥാന മണ്ഡപത്തിലെത്തുന്നു. ഏഴരപ്പൊന്നാന ദർശനം സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകുന്നു എന്നാണ് വിശ്വാസം. അത് ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും ജന്മസായുജ്യമാണ്, ആത്മനിർവൃതിയാണ്. മറ്റൊന്നുകൂടിയുണ്ട്. ഈ ദിവസമാണ് ഏറ്റുമാനൂരപ്പൻ ശരഭമൂർത്തിയുടെ രൂപത്തിൽ ദേവേന്ദ്രനെ രക്ഷിക്കാൻ ഇവിടെ എത്തിയത്. അസുരന്മാരാൽ തോൽപ്പിക്കപ്പെട്ട ദേവേന്ദ്രൻ നരസിംഹമൂർത്തിയുടെ കോപത്തിനിരയായി. നരസിംഹമൂർത്തി തന്നെയും കൊല്ലുമെന്നായപ്പോൾ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ദേവേന്ദ്രൻ പരമശിവനെ അഭയം പ്രാപിച്ചു. ഭഗവാൻ ശിവൻ ദേവേന്ദ്രനെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, നരസിംഹമൂർത്തിയോട് കോപം വെടിഞ്ഞ് ബാലഗോപാലനായി മാറി ഇവിടെ വസിക്കുവാനും ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ ഇടത് ഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രമുണ്ടാകുന്നത്. ദേവേന്ദ്രനോട് മറ്റ് ദേവന്മാരോടൊപ്പം എല്ലാ കൊല്ലവും ഈ ദിവസം ഇവിടെ എത്തിച്ചേരണമെന്നും ശ്രീ പരമേശ്വരൻ നിർദ്ദേശിച്ചു. അങ്ങനെ ഭഗവാൻ ഏഴരപ്പൊന്നാനകളോടൊപ്പം എഴുന്നള്ളിയിരിക്കുന്ന ആസ്ഥാന മണ്ഡപത്തിൽ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും സാന്നിധ്യവും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതാണ് ഏഴരപ്പൊന്നാന ദർശനം ഇത്ര പവിത്രവും പ്രസിദ്ധവും പുണ്യവുമായിരിക്കുന്നതിന് പിന്നിലെ ഐതിഹ്യ കഥ. എന്തുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഏഴരപ്പൊന്നാനകളെ ഏറ്റുമാനൂർക്ക് നൽകിയത് എന്നറിയാമോ? ഒരിക്കൽ മാർത്താണ്ഡവർമ്മ തൻ്റെ അധീശത്വം ഉറപ്പിക്കുവാൻ തെക്കും കൂറിനെയും വടക്കും കൂറിനെയും ആക്രമിച്ചു. ആ അവസരത്തിൽ ഏറ്റുമാനൂർ ക്ഷേത്ര വസ്തുവകൾക്ക് കാര്യമായ നാശമുണ്ടായി. അദ്ദേഹത്തിന് ചില പ്രയാസങ്ങളുണ്ടായി. അങ്ങനെ പ്രായശ്ചിത്തമെന്ന നിലയിൽ 7 ആനകളെ നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു. പുരാണത്തിൽ 8 ദിക്കുകൾക്കും ചുമതലക്കാരായി 8 ആനകളുണ്ട്. ഐരാവതം, പുണ്ടരീകൻ, വാമനൻ, കുമുദൻ, അഞ്ജനൻ, പുഷ്പദന്തൻ,
സാർവഭൗമൻ, സുപ്രതീകൻ എന്നിവരാണവർ. ഈ 7 ആനകൾ ഇവരെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാറുണ്ട്. ഇതിൽ വാമനൻ ചെറിയ ആനയാണ്. അത് ചെറുതായതുകൊണ്ട് കുസൃതിയുമാണല്ലോ. അതുകൊണ്ടാണ് 7 പൊന്നാനകളിലെ അരയാന എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരാൾ തലയിലെടുത്ത് നടക്കുന്നത് കാണുന്നില്ലേ? ഈ 7 പൊന്നാനകളെ ക്ഷേത്രത്തിൻ്റെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നു. വർഷത്തിൽ ഉത്സവകാലത്ത് 2 തവണ മാത്രമേ എഴുന്നള്ളിക്കാറുള്ളൂ. 8ാം ഉത്സവത്തിന് നാൾ രാത്രി 12 മുതൽ 2 മണി വരെ ആസ്ഥാന മണ്ഡപത്തിൽ വെച്ച ശേഷം വെളുപ്പിന് 2-നോടുകൂടി പുറത്തെഴുന്നള്ളിക്കും. ഇതുകൂടാതെ 10ാം ദിവസത്തെ ഉത്സവം കൊടിയിറങ്ങി ആറാട്ട് ഘോഷയാത്രയെ വരവേൽക്കാൻ സമയത്തും പുറത്തെഴുന്നള്ളിക്കാറുണ്ട്. 8ാം ഉത്സവ ദിവസം മുതൽ 10ാം ഉത്സവ ദിനം വരെയുള്ള കാലയളവിൽ ക്ഷേത്രത്തിലെത്തിയാൽ 7 പൊന്നാനയെ കാണാവുന്നതാണ്. കടുത്തുരുത്തി, വൈക്കം എന്നീ ക്ഷേത്രങ്ങൾക്കൊപ്പം ശിവഭക്തനായ ഖരൻ പ്രതിഷ്ഠിച്ചതാണ് ഏറ്റുമാനൂരപ്പനെയും എന്നൊരു പറച്ചിലുണ്ടല്ലോ. എന്നാൽ ഏതോ ഒരു കാലത്ത് ഇവിടെ നിന്നും കുറച്ചകലെ കാട്ടാമ്പാക്കിലെ തേവർത്ത് മലയിൽ മണ്ണാൻ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കിഴങ്ങ് പറിക്കാനായി മണ്ണ് മാന്തിയപ്പോൾ ഒരു കല്ലിൽ തട്ടി ചോര വന്നത്രേ. അത് സ്വയംഭുവായ ശിവനാണെന്ന് മനസ്സിലാക്കി മഠത്തിൽ കുടുംബക്കാർ ആരാധിച്ചു പോന്നു. വില്ലുമംഗലം സ്വാമിയാരാണ് ആ വിഗ്രഹം ഏറ്റുമാനൂർ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പ്രതിഷ്ഠയെ സംബന്ധിച്ച് വേറെയും ചില ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠാമൂർത്തിയായ ശ്രീ പരമേശ്വരൻ്റെ യഥാർത്ഥ ചിത്രം കണ്ടിട്ടുള്ളവർ ചുരുക്കമായിരിക്കും. ഇതാണ് ചിത്രം. ഒരു കയ്യിൽ ഒരു മാനിനെ പിടിച്ചിരിക്കുന്നു. ശങ്കരധ്യാന പ്രകാരം ഗ്രഹിക്ക നീ എന്ന ശ്ലോകത്തിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട്. ഒരിക്കൽ ശിവന് ദേവന്മാരോട് കഠിനമായ ദേഷ്യമുണ്ടായി. ഒരു മാനിനെ സൃഷ്ടിച്ച് അവരുടെ ശക്തിയെല്ലാം മാനിലേക്ക് ആവാഹിച്ചു. ദേവന്മാർ മഹാദേവനോട് കരുണയ്ക്കായി പ്രാർത്ഥിച്ചു. ഒടുവിൽ മാനിനെ കയ്യിലേന്തിയിട്ട് ശക്തി മുഴുവൻ ദേവന്മാർക്ക് തിരിച്ചു നൽകി. അങ്ങനെ മാനിനെ ഏറ്റ ഊരാണ് ഏറ്റുമാനൂർ. ഉഗ്രമൂർത്തി ആയതുകൊണ്ട് പടിഞ്ഞാറോട്ടാണ് ദർശനം. പിന്നീട് പാർവതീദേവി വന്നു ചേരുകയും ശിവശക്തി ചൈതന്യം കൈവരുകയും ചെയ്തു. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ ശിവലിംഗം ഏറ്റുമാനൂരേതാണെന്ന് പറയാം. കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽപുരയിലേക്ക് കടക്കുന്നിടത്ത് ഒരു കെടാവിളക്ക് നിത്യവും നിന്ന് കത്തുന്നുണ്ട്. ഇതിൽ 3 ലിറ്റർ എണ്ണ കൊള്ളും. ബാക്കിയേ തൂകിപ്പോവുകയുള്ളൂ. ഈ വിളക്കിൽ എണ്ണ ഒഴിക്കുന്നത് വലിയൊരു വഴിപാടായി ഭക്തർ കരുതിപ്പോരുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ കോട്ടയം ടൗണിൽ നിന്നും 12 കിലോമീറ്റർ അകലെ MC റോഡിന് സമീപമാണ് കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിലൊന്നായ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ശബരിമല ഇടത്താവളമായും ഇത് അറിയപ്പെടുന്നു. ഈ വഴി കടന്നുപോയാൽ റോഡ് സൈഡിൽ തന്നെ മനോഹരമായ ഈ അലങ്കാരഗോപുരം കാണാം. ക്ഷേത്രവിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇപ്പോൾ ഇത്ര മാത്രം. മഹാദേവ ശിവശംഭോ, മഹാദേവ ശിവശംഭോ, ശ്രീ മഹാദേവ ശിവശംഭോ, ശ്രീ മഹാദേവ ശിവശംഭോ.